ഇപ്പോൾ 2 ഉരുൾ ആദ്യത്തെ 5:45 ആദ്യം ഉരുൾ വരുന്നത്. ഞങ്ങൾ തിരുവാർ പോയിട്ട് തിരിച്ചു വരുമ്പോഴും വഴി ഇവിടെ കടക്കാൻ പറ്റാതെ ഞങ്ങൾ അപ്പുറം നിൽക്കുമ്പോഴാണ് 6:30 രണ്ടാമത്തെ ഉരുൾ വരുന്നത്. ഞങ്ങൾ അവിടെ നോക്കി നോക്കുന്നു. വലിയ മരങ്ങൾ ഉൾപ്പെടെ ഭയങ്കരമായിട്ടുള്ള മരങ്ങൾ ഉൾപ്പെടെയാണ് ഒഴുകിപ്പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂച്ചപ്രയിൽ ദേവരപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 6 മണിയോടുകൂടി വലിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇതിന്റെ മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടിയെത്തിയത്. നിങ്ങൾ അവിടെയാണോ താമസിച്ചത്? ഞങ്ങളെ മുകളിൽ വീട്ടില്. നേരെ വന്നായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് പറയാൻ കാണില്ല. ഒരു വലിയ ഉരുളാണ് പൊട്ടിയിരിക്കുന്നത്. വലിയ പാറക്കല്ലുകൾ അടക്കം താഴേക്ക് പതിച്ചിട്ടുണ്ട്. നാളിയാനിയിലേക്ക് പോകുന്ന റോഡ് ഗതാഗതം തടസ്സം ഉണ്ടായിരിക്കുന്നു. ചേട്ടാ, ഇനിയിപ്പോ ഈ വഴി അങ്ങോട്ടും ഉരുൾ പൊട്ടിയിട്ടുണ്ടോ? അങ്ങോട്ട് ഉരുള് പൊട്ടിയിട്ടില്ല. ഇല്ല. ഇപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഈ റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത്. കുറെ ദിവസങ്ങൾ വേണ്ടി വരുമായിരിക്കും. കുറെ ദിവസങ്ങൾ വേണ്ടി വരും. ഈ റോഡ് പൂർണ്ണമായിട്ടും താർന്നു പോയി. ഇനിയിപ്പോ ഈ മണ്ണെല്ലാം എടുത്ത് മാറ്റി ഇത് ടാർ ചെയ്താലേ റെഡിയാകുള്ളൂ, യാത്ര ആകുള്ളൂ. ഇത് ഈ മേഖലയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് തൊടുപുഴ പുളിയമ്മല റോഡ്, ആ റോഡിൽ പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇന്നലെ പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ ആ മുകളിൽ നിന്ന് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി. അതിന്റെ ഭാഗമായിട്ടുള്ള മണ്ണൊക്കെയാണ് ഈ റോട്ടിൽ കിടക്കുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം, ഇത് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയാണ്. ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായിട്ടാണ് പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ലൈനിൽ മാത്രമേ ഗതാഗതം നടക്കുന്നുള്ളൂ. ഈ ഭാഗത്തുകൂടി 2 വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണത്. ഈ മണ്ണ് ഇടിയുന്നത് കണ്ട് വാഹനം നിർത്തിയ ആളുകൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് അപകടം കൂടാതെ രക്ഷപ്പെട്ടത്. ഒരു വാഹനം പൂർണ്ണമായും ഈ മണ്ണിൽ പൂർണ്ണമായും അകപ്പെട്ടു. ഈ അപകടത്തിൽപ്പെട്ട ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. ഇതിന്റെ മുൻവശത്തും അതോടൊപ്പം തന്നെ പിൻവശത്തുമൊക്കെ മരവും അതോടൊപ്പം തന്നെ മണ്ണും വന്ന് വീണിരുന്നു. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വലിയ നാശനഷ്ടം ഈ മേഖലയിലാണ് ഉണ്ടായത്. ഇവിടെ രാജപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ്. അതിന്റെ പിൻവശത്ത് നിന്ന് വലിയ ഉരുൾപൊട്ടലും ഉണ്ടായി, അതോടൊപ്പം തന്നെ വലിയ മണ്ണിടിച്ചിലും ഉണ്ടായി. അങ്ങനെ വീടിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇനി ആ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഞങ്ങളൊന്ന് ഇറങ്ങി ഓടുകയായത്. കുറച്ചുപേരാണ് തങ്ങി. അതിന് ഫയർവർക്സ് വന്നു ഞങ്ങൾ എടുക്കായത്. ഇപ്പം അവർ ആശുപത്രിയിലാണ്. ഞങ്ങൾ അടുക്കള വസ്തുവിൽ ഇറങ്ങാൻ വന്നപ്പോൾ ഇവിടുത്തെ കതക് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് തിരിച്ച് ഞങ്ങൾ അതിലെ ചെല്ലാന്ന് ഓർത്തപ്പോഴാണ് ഈ സ്ലാബ് എന്നുള്ള കാലെ തങ്ങിയത്. പിന്നെ ഞങ്ങൾ അടുക്കള മുറിയിൽ തന്നെ ഞാനും കൊച്ചും അവളും കൂടെ അവിടെ നിന്നു. ഞങ്ങൾ പിന്നെ ഒരു തരത്തിൽ ഞാനും കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി. ഇവര് വന്ന് ഇറക്കി. അവർക്ക് അന്നേരം ഇറങ്ങാൻ പറ്റിയില്ല. ഈ സ്ലാബ് കിടക്കുന്നുണ്ട്, കാല് വലിക്കത്തില്ലല്ലോ. ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്ന് പറയേണ്ടി വരും. കാരണം ആ വീട്ടിൽ ഏതാണ്ട് 8ഓളം പേരുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളടക്കം. ഇതിന് സമീപത്ത് മറ്റൊരിടത്ത് വീട് പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിലേക്ക് അടക്കം പോകുന്നതിന് രാത്രികാലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങണമെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് യെല്ലോ അലർട്ടാണ്. ഇതുവരെ ശക്തമായ മഴ ഉണ്ടായിട്ടില്ല. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പൂച്ചപ്രയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.